Hi, welcome to Lash Class. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമിസ്റ്റർ അഡ്വാൻസ്ഡ് ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കിൽസ് ഫോർ ലിറ്ററേച്ചേഴ്സിലെ സീസ്ലെസ് റെയിൻ എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നമ്മൾ നോക്കുന്നത്. ഈ ചാപ്റ്ററിലെ സമ്മറിയുടെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആയിരിക്കും. ഇവിടെ നമ്മൾ ഈ ചാപ്റ്ററിലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ്, പാരഗ്രാഫ്, എസ്സേ ക്വസ്റ്റ്യൻസ് എന്നിവയ്ക്കുള്ള നോട്ട്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആദ്യം നമുക്കിതിലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. What are the images used by the poet to evoke the mood of the poem? ഇനി ഈ പോയത്തിനകത്ത് ഒരു സോറോഫുൾ ആയിട്ടുള്ള മൂഡാണ്, ഒരു ദുഃഖം നിറഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ് സൃഷ്ടിക്കുന്നത്. എന്ത് ഇമേജസ് ആണ് അതിനു വേണ്ടി പോയറ്റ് യൂസ് ചെയ്യുന്നത്? The poet uses images such as the empty front yard, the dim light of the chimney lamp, and the rain falling endlessly to evoke a mood of loneliness, sorrow, and unending grief. ഈ പോയത്തിനകത്ത് പ്രധാനമായിട്ടും ഇതിലെ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇമേജസ് എംപ്റ്റി ഫ്രണ്ട് യാർഡ്, ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്ന ശൂന്യമായിട്ടുള്ളൊരു മുറ്റം, അതുപോലെ ഡിം ലൈറ്റ് ഓഫ് ദ ചിമ്നി ലാമ്പ്, ഒരു ചിമ്മിണി വിളക്കിൻ്റെ മങ്ങിയ വെളിച്ചം, അതുകൂടാതെ നിർത്താതെ പെയ്യുന്ന മഴ എന്നിവയിലൂടെയാണ് ഒരു ഏകാന്തതയുടെയും ദുഃഖത്തിൻ്റെയും മൂഡ് ഈ പോയത്തിനകത്ത് ക്രിയേറ്റ് ചെയ്യുന്നത്. How does the poet use language as a tool for cultural communication in the poem? ഇനി പോയത്തിനകത്ത് കൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് ലാംഗ്വേജ് യൂസ് ചെയ്തുകൊണ്ട് നടത്തുന്നതെന്ന് ചോദിക്കുന്നു. കൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് സാംസ്കാരികമായിട്ട് ഒരു ഡീപ്പർ മീനിങ് ലഭിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് ഈ പോയത്തിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. The poet incorporates culturally specific details like the chembak tree and the spotted umbrella. They allow readers to connect with emotions rooted in the cultural context. ഈ ചെമ്പക മരം, അതുപോലെ തന്നെ സ്പോട്ടഡ് അംബർല അല്ലെങ്കിൽ പുള്ളിക്കുട എന്ന് പറയുന്ന ഈ പ്രയോഗങ്ങളിലൂടെയാണ് ഒരു കൾച്ചറൽ എലിമെൻ്റ് ഈ പോയത്തിനകത്ത് കൊണ്ടുവരുന്നത്. നമുക്കറിയാം, ഈ ചെമ്പക മരം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ചെമ്പകപ്പൂ എന്ന് പറയുന്നത് ഈ പ്രായത്തിലുള്ള ഈ പെൺകുട്ടികൾക്ക് എത്ര പ്രിയപ്പെട്ടതാണെന്നുള്ളതും, അതുപോലെ തന്നെ ആ പ്രായത്തിലുള്ള കുട്ടികൾ ഈ പുള്ളിക്കുട ഉപയോഗിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് സാംസ്കാരികമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഈ ഫ്രേസസ് ഉപയോഗിക്കുന്നതിലൂടെ ഒരു കൾച്ചറൽ മീനിങ് കൂടി ഈ പോയത്തിനകത്ത് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുന്നു. കമ്പയർ ദ ടൈറ്റിൽസ് തോരാമഴ ആൻഡ് സീസ്ലെസ് റെയിൻ. ഇനി സീസ്ലെസ് റെയിൻ എന്ന ഈ പോയം മലയാളത്തിൽ തോരാമഴ എന്ന പേരിലാണ് എഴുതിയിട്ടുള്ളത്. അതിൻ്റെ ട്രാൻസ്ലേഷനാണ് സീസ്ലെസ് റെയിൻ എന്ന പേരിൽ വരുന്നത്. ഈ രണ്ട് ടൈറ്റിൽസ് തമ്മിൽ കമ്പയർ ചെയ്യാനാണ് പറയുന്നത്. തോരാമഴ ആൻഡ് സീസ്ലെസ് റെയിൻ ബോത്ത് കൺവേ ദി ഐഡിയ ഓഫ് അൺഎൻഡിങ് റെയിൻഫോൾ റിഫ്ലക്റ്റിംഗ് ദ മദേഴ്സ് ഗ്രീഫ്. തോരാമഴ എന്ന് പറയുന്നതും സീസ്ലെസ് റെയിൻ എന്ന് പറയുന്നതും ഇങ്ങനെ അവസാനിക്കാത്ത മഴ എന്നുള്ള അർത്ഥം തന്നെയാണ് വരുന്നത്. ഇത് രണ്ടും ആ അമ്മയുടെ ദുഃഖത്തിൻ്റെ സിമ്പലായിട്ടാണ് ഉപയോഗിക്കുന്നത്. Toramara has a natural flowing rhythm in Malayalam, while Ceaseless Rain maintains the same meaning with a poetic and melancholic tone in English. ഇനി തോരാമഴ എന്ന് പറയുന്നത് മലയാളത്തിൽ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു റിതമുള്ള ഒരു എക്സ്പ്രഷനാണ്. അതുപോലെ തന്നെയാണ് സീസ്ലെസ് റെയിൻ എന്ന് പറയുന്നത് ഇംഗ്ലീഷിലും ഒരു മെലൻകോളിക് ആയിട്ടുള്ള എക്സ്പ്രഷനാണ്. The translation successfully preserves the poem's mood and symbolism, making it accessible while retaining its emotional depth. അപ്പോൾ അത്തരത്തിൽ ഈ പോയത്തിനകത്ത് റെയിൻ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു സിമ്പലാണ്. അതിൻ്റെ ആ ഒരു മീനിങ് ഈ ട്രാൻസ്ലേഷൻസിൽ വരുന്ന ടൈറ്റിലും ഇതിൻ്റെ ഒറിജിനൽ ടൈറ്റിലിനകത്തും ഒരുപോലെ തന്നെ എഫക്റ്റീവ് ആണെന്ന് നമുക്ക് കാണാം. കമൻറ്റ് ഓൺ ദി എൻഡിങ് ഓഫ് ദ പോയം. ഇനി പോയത്തിൻ്റെ എൻഡിങ്ങിനെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത്. ദ പോയംസ് എൻഡിങ് വിത്ത് റെയിൻ ഫോളിംഗ് എൻലെസ്ലി ഫ്രം ദ നൈറ്റ് ഓഫ് ഉമ്മു കുലുസുസ് ഡെത്ത് സിംബലൈസസ് ദ മദേഴ്സ് ഓൺ ഗോയിങ് സോറോ. ഈ പോയത്തിൻ്റെ അവസാനത്തിൽ നമ്മൾ കാണുന്നത് ഉമ്മു കുലുസു മരണപ്പെട്ട ദിവസം മുതൽ നിർത്താതെ മഴ പെയ്യുകയാണ് എന്നാണ്. ഈ നിർത്താതെ പെയ്യുന്ന മഴ അവളുടെ അമ്മയുടെ ദുഃഖത്തിൻ്റെ സിമ്പലാണെന്ന് നമ്മൾ കാണുന്നു. It reinforces the idea that grief, like the rain, is relentless and inescapable. അപ്പോൾ ഈ മഴ പോലെ തന്നെ അവസാനമില്ലാതെ അവർക്ക് എസ്കേപ്പ് ചെയ്യാൻ പറ്റാതെ ഇനി തുടർന്നുള്ള എല്ലാ കാലവും ആ ദുഃഖം അവരുടെ കൂടെ ഉണ്ടായിരിക്കും എന്നുള്ളത് സിമ്പലായിട്ടാണ് ഈ പോയം എൻഡ് ചെയ്യുന്നത്. ഇനി ഇതിലെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ചോദ്യം, Rain is a symbol in the poem. How does it resonate with the emotions of the mother? ഈ പോയത്തിനകത്ത് റെയിൻ ഒരു സിമ്പലാണ്. എങ്ങനെയാണ് ആ മദറിൻ്റെ ദുഃഖത്തിൻ്റെ സിമ്പലായിട്ട് റെയിൻ വരുന്നത്?
Rain symbolizes the mother's unending grief in the poem. The ceaseless rain mirrors her persistent sorrow and helplessness. റെയിൻ ഈ പോയത്തിൽ ആ മദറിൻ്റെ ദുഃഖത്തിൻ്റെ സിമ്പിളാണെന്ന് നമ്മൾ കാണുന്നു. ഈ നിർത്താതെ പെയ്യുന്ന മഴ തുടർന്നങ്ങോട്ടുള്ള ജീവിതത്തിൽ അവസാനമില്ലാത്ത ആ മദറിൻ്റെ ദുഃഖത്തിൻ്റെ സിമ്പിളായിട്ട് വരുന്നത് നമ്മൾ കാണുന്നു. The rain begins on the night of ഉമ്മു കുലുസു's death and continues ceaselessly. ഈ മഴ ആരംഭിക്കുന്നത് ഉമ്മു കുലുസു മരിച്ച രാത്രിയിലാണ്. പിന്നെ തുടർന്നങ്ങോട്ട് ആ മഴ നിർത്താതെ പെയ്യുകയാണ് എന്നാണ് പറയുന്നത്. ഇറ്റ് റെപ്രസെൻറ്റ്സ് ദി ഇമോഷൻ ഓഫ് ദ മദർ ആസ് ഷീ വിൽ ഫോർ എവർ ബി ഇൻ ഗ്രീഫ്. അത് ആ അമ്മയുടെ ഒരു ഇമോഷൻ്റെ സിമ്പിളായിട്ട് നമ്മൾ കാണുന്നു. കാരണം ആ രാത്രി മുതൽ പിന്നീട് അങ്ങോട്ടുള്ള ജീവിതത്തിലുടനീളം അവർ ദുഃഖത്തിലായിരിക്കും എന്നതാണ് ആ മഴ പിന്നീട് അങ്ങോട്ട് നിർത്താതെ പെയ്യുകയാണ് എന്നതുകൊണ്ട് സിംബലൈസ് ചെയ്യുന്നത്. The act of placing the broken umbrella over the grave highlights her futile attempt to protect her child even after death. ഇനി മഴ പെയ്യുന്ന സമയത്ത് ആ അമ്മ ചെയ്യുന്നത് അവളുടെ ആ പുള്ളിക്കുട എടുത്തുകൊണ്ട് പോയിട്ട് ആ ഗ്രേവ് യാർഡിന് മുകളിൽ കൊണ്ടുപോയി വെക്കുന്നതാണ്. അപ്പോൾ മരണത്തിന് ശേഷവും തൻ്റെ മകളെ കുറിച്ചിട്ട് എത്രമാത്രം അവർ ആവലാതിപ്പെടുന്നുണ്ട് എന്നുള്ളതെല്ലാം നമ്മൾ അവിടെ കാണുന്നു. ഇറ്റ് മേക്സ് ബോത്ത് ദ റെയിൻ ആൻഡ് ഹെർ റിയാക്ഷൻ ടു ഇറ്റ് സിംബൽസ് ഓഫ് ഹെർ ഇമോഷണൽ സ്റ്റേറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് ആ മഴ മാത്രമല്ല ഇവിടെ ഒരു സിമ്പിളായിട്ട് വരുന്നത്, ആ മഴയോടുള്ള ആ അമ്മയുടെ പ്രതികരണവും അവരുടെ ആ ഒരു ഇമോഷൻ്റെ സിമ്പിളായിട്ട് നമ്മൾ കാണുന്നു. The ceaseless rain becomes a metaphor for grief that does not fade, resonating deeply with the mother's sorrowful emotions. അത്തരത്തിൽ നമ്മൾ ഈ പോയത്തിൽ കാണുന്നത് നിർത്താതെ പെയ്യുന്ന ഈ മഴ ആ അമ്മയുടെ ദുഃഖത്തെ സൂചിപ്പിക്കുന്ന ഒരു മെറ്റഫർ ആയിക്കൊണ്ടാണ്. ഈ നിർത്താതെ പെയ്യുന്ന മഴ ഈ അമ്മയുടെ ദുഃഖത്തിന് ഒരു അവസാനമില്ല എന്നുള്ള അർത്ഥത്തിലാണ് ഈ പോയത്തിൽ സിംബലൈസ് ചെയ്യുന്നത്. Does the setting contribute to the pathos of the poem? Do you think that the translated version could express it completely? ഇനി പോയത്തിൻ്റെ സെറ്റിങ്സ് ഇതിലെ പാത്തോസിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെന്നാണ് ചോദിക്കുന്നത്. പാത്തോസ് എന്ന് പറയുന്നത് ഒരു ഇമോഷൻ ഇവോക്ക് ചെയ്യാനുള്ള ഒരു കഴിവാണ്. അപ്പോൾ ഈ പോയത്തിന് ഇമോഷൻസ് ഇവോക്ക് ചെയ്യാനുള്ള കഴിവിൽ ഇതിൻ്റെ സെറ്റിങ്സിന് എന്ത് പ്രാധാന്യമാണുള്ളത്. അതുപോലെ തന്നെ ഈ പോയത്തിൻ്റെ ഒറിജിനൽ വേർഷനെ അപേക്ഷിച്ചുകൊണ്ട് ട്രാൻസ്ലേറ്റഡ് വേർഷൻ അത് കംപ്ലീറ്റ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. The setting plays a crucial role in intensifying the emotional depth of the poem, portraying loneliness and loss. ഏകാന്തതയുടെയും ഈ ഒരു നഷ്ടബോധത്തിൻ്റെയും ഒരു ഫീലിംഗ് ഉണ്ടാക്കുന്ന തരത്തിൽ ഈ പോയത്തിൻ്റെ സെറ്റിങ്സ് വളരെ നിർണായകമായിട്ടൊരു പങ്ക് വഹിക്കുന്നത് നമ്മൾ കാണുന്നു. The translation expresses the pathos to a large extent. However, some cultural significance is lost in translation. ഈ പോയത്തിൻ്റെ ട്രാൻസ്ലേഷനകത്ത് വലിയൊരു അളവിൽ ഈ ഒരു ഇമോഷൻ എക്സ്പ്രസ് ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ചെറിയ കൾച്ചറൽ ആയിട്ടുള്ള ചില സിഗ്നിഫിക്കൻസ് ഈ ട്രാൻസ്ലേഷനകത്ത് നഷ്ടപ്പെട്ടു പോകുന്നു എന്നും നമുക്ക് പറയാം. The empty front yard, the dim light of the chimney lamp, and the cat rubbing against the slippers create a desolate atmosphere, amplifying the mother's isolation. ഈ പോയത്തിൻ്റെ സെറ്റിങ്സിൽ നമ്മൾ കാണുന്നത് ഈ ഒരു ശൂന്യമായി കിടക്കുന്ന ഒരു മുറ്റം, അതുപോലെ തന്നെ ആ ചിമ്മിനി വിളക്കിൻ്റെ മങ്ങിയ വെളിച്ചം, പിന്നെ ആ പൂച്ച വന്നുകൊണ്ട് അവളുടെ ഈ ചെരുപ്പുകൾ റബ്ബ് ചെയ്യുന്നത്, ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഒരു ദുഃഖത്തിൻ്റെയും ഒറ്റപ്പെടലിൻ്റെയും ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. The wind touching the child's clothesline evokes an eerie presence, making the absence of the child feel even stronger. The translation effectively conveys this pathos. ഇതുകൂടാതെ അവിടെ ആ കാറ്റ് വീശിട്ട് അവളുടെ ആ ഉടുപ്പിൽ തലോടിക്കൊണ്ട് പോവുക എന്നുള്ളൊരു ഇമേജ് അവിടെ ഉപയോഗിക്കുന്നുണ്ട്. അതെല്ലാം തന്നെ ആ കുട്ടിയുടെ ഒരു അസാന്നിധ്യം അവിടെ ഉള്ളത് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇത്തരം ഇമേജസ് എല്ലാം തന്നെ എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ ട്രാൻസ്ലേഷനിലും എക്സ്പ്രസ് ചെയ്യുന്നുണ്ട് നമ്മൾ കാണുന്നു. However, culturally significant elements like the spotted umbrella and the chambak tree carry deeper meanings in the original language, which may not be fully captured in translation. എന്നാൽ കൾച്ചറലി സിഗ്നിഫിക്കൻ്റ് എലിമെൻറ്റ്സ് ആയിട്ടുള്ള ആ ചമ്പക മരവും അതുപോലെ തന്നെ ആ പുള്ളിക്കുട എന്നുള്ള എക്സ്പ്രഷനും നമ്മുടെ മലയാളം കൾച്ചറിനകത്ത് അത് പുള്ളിക്കുട എന്ന് പറയുന്നത് കുട്ടിക്കാലവുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതായത് ഒരു ഇംഗ്ലീഷ് പോയത്തിലെ സംബന്ധിച്ച് സ്പോട്ടഡ് അംബ്രല്ല എന്ന് പറയുന്നത് അതിങ്ങനെ പുള്ളികളുള്ളൊരു കുട എന്നുള്ള അർത്ഥം മാത്രമേ ഒരുപക്ഷെ വരുള്ളൂ. എന്നാൽ മലയാളത്തിൽ പുള്ളിക്കുട എന്നുള്ള പ്രയോഗം അത് കുട്ടികൾ ഉപയോഗിക്കുന്ന കുടയാണ് എന്നുള്ള ഒരു കൾച്ചറൽ മീനിങ് കൂടി അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു കൾച്ചറൽ സിഗ്നിഫിക്കൻസ് ഒരുപക്ഷെ പൂർണ്ണമായിട്ടും ആ ട്രാൻസ്ലേഷനകത്ത് നമുക്ക് ലഭിക്കുന്നില്ല.
While some nuances may shift, the poem's universal themes of grief and isolation ensure its emotional weight remains intact. അപ്പോൾ ഇത്തരത്തിൽ ചെറിയ ഒരു കൾച്ചറൽ സിഗ്നിഫിക്കൻസ് എല്ലാം നഷ്ടമാകുന്നുണ്ടെന്നുണ്ടെങ്കിലും പൊതുവിൽ ഈ ഒരു പോയത്തിൻ്റെ ഒരു ഇമോഷൻ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രാൻസ്ലേഷനകത്ത് സാധിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ കാണുന്നത്. Comment on how rain is used as a universal symbol in poetry. ഇനി മഴ എന്നത് എങ്ങനെയാണ് ഈ പോയട്രിക്കകത്ത് യൂണിവേഴ്സൽ സിമ്പിളായിട്ട് ഉപയോഗിക്കുന്നതാണ് ചോദിക്കുന്നത്. Rain has been a powerful and recurring symbol in poetry, often representing sorrow, renewal or emotional release. മഴ എന്ന് പറയുന്നത് പോയട്രിക്കകത്ത് ആവർത്തിച്ചു വരുന്ന ഒരു സിമ്പിളാണ്. പലപ്പോഴും ഈ ഒരു ദുഃഖത്തിൻ്റെയും അതുപോലെ തന്നെ പുതിയൊരു തുടക്കത്തിൻ്റെയും കൂടാതെ ഈ ഒരു ഇമോഷണൽ റിലീസിൻ്റെയും ഈ ഒരു വൈകാരികതയുടെയും എല്ലാം സിമ്പിളായിട്ട് പോയട്രിക്കകത്ത് ഈ റെയിൻ ഒരു സിമ്പിളായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അക്രോസ് ലിറ്റററി ട്രഡീഷൻസ് റെയിൻ ഈസ് ലിങ്ക്ഡ് ടു മെലങ്കളി ആസ് സീൻ ഇൻ ദ വർക്ക്സ് ഓഫ് പോയറ്റിക്സ് വേൾഡ് വൈഡ്. ഇതുകൂടാതെ ഒരു മെലൻകളിയുടെ ഒരു സിമ്പിളായിട്ടും എല്ലാം തന്നെ മഴ ലോകവ്യാപകമായിട്ട് ഉള്ള ഭാഷകളിലെല്ലാം തന്നെ ഉപയോഗിക്കപ്പെടുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇൻ ദിസ് പോയം റെയിൻ സിംബലൈസസ് എൻലെസ് ഗ്രീഫ് ആൻഡ് മോർണിംഗ്, റീഇൻഫോഴ്സിംഗ് ദി ഇമോഷണൽ വെയ്റ്റ് ഓഫ് ദ മദേഴ്സ് സോറോ. ഇനി ഈ ഒരു പോയത്തിനകത്ത് റെയിൻ സിംബലൈസ് ചെയ്യുന്നത് ആ മദറിൻ്റെ ഒരു ദുഃഖമാണ് നമ്മൾ കാണുന്നുണ്ട്. അത്തരത്തിൽ ഒരു ഇമോഷണൽ വെയ്റ്റിൻ്റെയും ദുഃഖത്തിൻ്റെയും സിംബലായിട്ടാണ് ഈ ഒരു പോയത്തിനകത്ത് റെയിൻ യൂസ് ചെയ്തിരിക്കുന്നത്. The imagery of the ceaseless rain aligns with the universal understanding of human suffering, making the poem relatable across cultures. അപ്പോൾ ഈ സീസ്ലെസ് റെയിൻ അഥവാ ഈ നിർത്താതെ പെയ്യുന്ന മഴ എന്നുള്ളത് ദുഃഖവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സിമ്പിളായിട്ട് യൂസ് ചെയ്യുമ്പോൾ ലോകത്ത് എവിടെയുള്ള ആളുകൾക്കും ഈ പോയം വായിച്ചു കഴിഞ്ഞാൽ അതിലെ ഇമോഷൻസ് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു യൂണിവേഴ്സലി റിലേറ്റബിൾ ആയിട്ട് ഈ പോയത്തെ മാറ്റുന്നതിന് ഈ സിമ്പിളിന് സാധിക്കുന്നു. By using rain as a metaphor for grief, the poem connects deeply with the readers, demonstrating the enduring power of nature as a poetic symbol. അപ്പോൾ ഈ റെയിൻ അതുപോലെ തന്നെ നേച്ചറിനെ ഒരു സിമ്പിളായിട്ട് പോയത്തിനകത്ത് യൂസ് ചെയ്യുന്ന ആ ട്രഡീഷൻ തന്നെയാണ് ഈ പോയത്തിൽ നമ്മൾ കാണുന്നത്. ഇത്തരത്തിൽ റെയിൻ ഒരു സിമ്പിളായിട്ട് യൂസ് ചെയ്യുന്നതിലൂടെ റീഡേഴ്സുമായിട്ട് ഡീപ്ലി കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പോയത്തിന് സാധിക്കുന്നു. ഇനി ഇതിലെ എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ചോദ്യം, How does the poet express the sense of loss and grief of the mother? ഈ പോയത്തിനകത്ത് ഈ മദറിൻ്റെ ഒരു ദുഃഖത്തെ എങ്ങനെയാണ് പോയറ്റ് എക്സ്പ്രസ് ചെയ്യുന്നത്? The poet powerfully conveys the mother's profound sense of loss and grief through imagery, setting and symbolism. ഈ പോയത്തിനകത്ത് ഈ മദറിൻ്റെ ഈ ഒരു വളരെ ആഴത്തിലുള്ള ഈ ഒരു ദുഃഖവും നഷ്ടബോധവുമെല്ലാം ഈ പോയത്തിൻ്റെ ഇമേജറിയിലൂടെയും സെറ്റിങ്ങിലൂടെയും സിംബോളിസത്തിലൂടെയുമാണ് അവതരിപ്പിക്കുന്നത്. ദ സെറ്റിംഗ് ഓഫ് ദ പോയം ഇഫക്റ്റീവ്ലി കൺവേസ് എ സെൻസ് ഓഫ് ലോസ് ആൻഡ് ഗ്രീഫ്. ഈ പോയത്തിൻ്റെ സെറ്റിംഗ് ഈ ഒരു മദറിൻ്റെ ഈ ഒരു ദുഃഖത്തിനെ കൺവേ ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നു. ദ എംപ്റ്റി ഫ്രണ്ട് യാർഡ് ആഫ്റ്റർ ദ ഫ്യൂണറൽ വിത്ത് ചെയർസ് ആൻഡ് മാറ്റ്സ് റിട്ടേൺഡ് ഹൈലൈറ്റ്സ് എ മദേഴ്സ് സോളിറ്റ്യൂഡ്. ഒരു ഏകാന്തതയുടെ ചിത്രം നൽകുന്ന ഒരു സെറ്റിംഗ് ആണ് പോയത്തിൽ നമ്മൾ കാണുന്നത്. ആ കസേരയും എല്ലാം എടുത്തു കൊണ്ടുപോയിട്ട് ആ ഒഴിഞ്ഞു കിടക്കുന്ന ആ ഒരു മുറ്റം, ആ ഒരു ശൂന്യത തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ആ ഒരു ഏകാന്തതയെ പ്രതിഫലിപ്പിക്കുന്ന ഒരു സെറ്റിംഗ് ആയിട്ട് നമ്മൾ കാണുന്നു. The imagery of the poem expresses the sense of loss and grief. ഇതുകൂടാതെ പോയത്തിനകത്തുള്ള ഇമേജറിയും ഈ ഒരു നഷ്ടബോധത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും ഒരു എക്സ്പ്രഷനായിട്ട് നമ്മൾ കാണുന്നു. The retreating cat and the wind touching the child's frock creates a sense of absence. ആ പൂച്ച വന്നുകൊണ്ട് ആ കുട്ടിയുടെ ചെരുപ്പുകളിൽ ഇങ്ങനെ തലോടിക്കൊണ്ട് പോകുന്നതും അതുപോലെ കാറ്റ് വന്നുകൊണ്ട് ആ കുട്ടിയുടെ ഉടുപ്പിൽ തലോടിക്കൊണ്ട് പോകുന്നതുമെല്ലാം ആ കുട്ടിയുടെ ഒരു ആബ്സെൻസ് അവിടെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്ന ഇമേജറി ആയിട്ട് നമ്മൾ കാണുന്നു. The mother's frantic search for the broken umbrella suggests her desperation to care for her child even after death, underscoring the depth of her grief. ഇതുകൂടാതെ മഴ പെയ്യുന്ന സമയത്ത് ആ അമ്മ കുട്ടിയുടെ പുള്ളിക്കുട എടുത്തുകൊണ്ട് പോയിട്ട് ഗ്രേവ് യാർഡിന് മുകളിൽ വെക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ മരണത്തിന് ശേഷവും തൻ്റെ കുഞ്ഞിനെ കുറിച്ചുള്ള ആവലാതിയാണ് ആ അമ്മയിലുള്ളത് എന്നതിലൂടെ അവരുടെ ദുഃഖം എത്രമാത്രം ആഴത്തിലുള്ളതാണ് എന്നത് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി പോയത്തിന് സാധിക്കുന്നു.
The symbolism of ceaseless rain expresses the depth of the mother's sorrow. ഇതുകൂടാതെ ഈ മഴയുടെ സിമ്പലാണ് ഈ അമ്മയുടെ ദുഃഖത്തിൻ്റെ ഡെപ്ത് വെളിപ്പെടുത്തുന്ന മറ്റൊരു കാര്യമായിട്ട് ഈ പോയത്തിൽ നമ്മൾ കാണുന്നത്. The ceaseless rain becomes an extended metaphor for her sorrow, reinforcing the idea that her mourning will never end. അപ്പോൾ ഉമ്മു കുൽസു മരണപ്പെട്ട ആ രാത്രി മുതൽ മഴ നിർത്താതെ പെയ്യുകയാണ് എന്നാണ് പോയത്തിൽ പറയുന്നത്. അപ്പോൾ നിർത്താതെ പെയ്യുന്ന മഴ എന്നുള്ളത് ഈ അമ്മയുടെ ദുഃഖം ഇനി ഒരിക്കലും അവസാനിക്കുകയില്ല എന്നതിൻ്റെ സിമ്പലായിട്ട് നമ്മൾ കാണുന്നു. ത്രൂ വിവിഡ് ഇമേജറി ആൻഡ് ഡീപ്പ് സിംബോളിസം ദ പോയറ്റ് ഇമേഴ്സസ് ദ റീഡർ ഇൻ മദേഴ്സ് മോർണിംഗ്, മേക്കിംഗ് ഹെർ സോറോ പാൽപ്പബിൾ ആൻഡ് ഇനെസ്കേപ്പബിൾ. അപ്പോൾ ഇത്തരത്തിൽ ഈ പോയത്തിലെ സെറ്റിങ് അതുപോലെ ഇമേജറി സിംബോളിസം എന്നത് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു അമ്മയുടെ ദുഃഖത്തിനെ ഈ പോയത്തിനകത്ത് എക്സ്പ്രസ് ചെയ്യുന്നത്. ആ ഒരു അമ്മയുടെ ദുഃഖത്തിലേക്ക് റീഡേഴ്സിനെ പങ്കു ചേർക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പോയത്തിന് സാധിക്കുന്നുണ്ട്. ഇനി ഇതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. The poet uses rain as a manifestation of emotions in the mother's heart. Elucidate. ഈ പോയത്തിനകത്ത് റെയിൻ എന്നത് ഈ മദറിൻ്റെ ഹാർട്ടിലെ ഇമോഷൻസ് ആണ് എക്സ്പ്രസ് ചെയ്യുന്നതെന്ന് പറയുന്നു. അത് വിശദീകരിക്കാനാണ് ചോദിക്കുന്നത്. ഇൻ ദ പോയം, റെയിൻ ഈസ് നോട്ട് ജസ്റ്റ് എ നാച്ചുറൽ ഒക്യൂറൻസ് ബട്ട് എ സിമ്പിൾ ഫോർ ദ മദേഴ്സ് ഇമോഷൻ. ഇനി ഈ പോയത്തിനകത്ത് മഴ പെയ്യുക എന്ന് പറയുന്നത് ഒരു കേവലം നാച്ചുറൽ ഒക്യൂറൻസ് അല്ല, മറിച്ച് ഒരു സിമ്പിളായിട്ടാണ് ഉപയോഗിക്കുന്നത്. ആ അമ്മയുടെ ദുഃഖത്തിൻ്റെ സിമ്പിളായിട്ടാണ് ഈ പോയത്തിൽ മഴ യൂസ് ചെയ്യുന്നത്. The ceaseless rain is a powerful reflection of the mother's inner turmoil and grief. അത്തരത്തിൽ ഈ നിർത്താതെ പെയ്യുന്ന മഴ എന്നത് ആ അമ്മയുടെ ദുഃഖത്തിൻ്റെയും അവരുടെ ഇന്നർ ടെർമോയിൽ, അവരുടെ ആന്തരിക സംഘർഷത്തിൻ്റെയും അല്ലെങ്കിൽ ഹൃദയത്തിലെ ഇമോഷൻ്റെയും ഒരു എക്സ്പ്രഷനായിട്ട് നമ്മൾ കാണുന്നു. The rain begins on the night of ഉമ്മു കുൽസു's death and continues endlessly. ഈ പോയതിനകത്ത് പറയുന്നത് ഉമ്മു കുൽസു മരണപ്പെട്ട ദിവസം ആണ് മഴ പെയ്യാൻ തുടങ്ങുന്നത്. പിന്നീട് ആ മഴ ഒരിക്കലും അവസാനിക്കാതെ പെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന രീതിയിലാണ്. It mirrors the mother's unceasing sorrow. Just as the rain is beyond human control, her grief is overwhelming and inescapable, reinforcing her helplessness. അപ്പോൾ ഇത് ആ അമ്മയുടെ ദുഃഖത്തിൻ്റെ സിമ്പിളാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു. ആ മഴ ഒരിക്കലും അവസാനിക്കുകയില്ല എന്ന് പറയുന്നത് ആ അമ്മയുടെ ദുഃഖം ഒരിക്കലും അവസാനിക്കില്ല എന്ന അർത്ഥത്തിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ മഴ എന്ന് പറയുന്നത് മനുഷ്യരുടെ കൺട്രോളിന് അപ്പുറത്തുള്ളൊരു കാര്യമാണ്, നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു ദുഃഖത്തിൻ്റെ മുന്നിലുള്ള ആ അമ്മയുടെ നിസ്സഹായത അവസ്ഥ കൂടിയാണ് ഈ ഒരു സിമ്പിളിൽ നമ്മൾ കാണുന്നത്. The mother's instinctive action of placing the broken umbrella over the grave symbolizes her futile attempt to protect her child, even in death. ഇതുകൂടാതെ ഈ മഴ പെയ്യുന്ന സമയത്ത് അമ്മ ആ പുള്ളിക്കുട എടുത്തുകൊണ്ട് പോയിട്ട് ഗ്രേവ് യാർഡിന് മുകളിൽ വെക്കുന്ന ഒരു ഇമേജ് നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ മരണത്തിന് ശേഷവും തൻ്റെ ഈ കുഞ്ഞിനെ കുറിച്ച് ആവലാതിപ്പെടുന്ന ഒരു അമ്മയും അവരുടെ ദുഃഖത്തിൻ്റെ ഒരു ആഴവുമാണ് നമുക്ക് ആ ഇമേജിൽ കാണാൻ സാധിക്കുന്നത്. Here, the poet uses the mother's reaction to the rain to manifest the mother's emotion. ഇവിടെ അപ്പോൾ മഴ ഒരു സിമ്പിളായിട്ട് വരുന്നത് മഴ മാത്രമല്ല, ആ മഴയോട് ആ അമ്മ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളത് കൂടി അവരുടെ ഒരു ഈ ഇമോഷൻ്റെ എക്സ്പ്രഷനിലുള്ള ഒരു സിമ്പിളായിട്ട് നമ്മൾ കാണുന്നു. The rain's persistence signifies that her mourning is not temporary but a lifelong emotional burden. ഈ മഴ ഒരിക്കലും അവസാനിക്കുകയില്ല എന്ന് പറയുന്നത് അവരുടെ ദുഃഖം ഒരിക്കലും അവസാനിക്കില്ല എന്നതിന് സമമായിട്ടാണ് നമ്മൾ കാണുന്നത്. Just as the rain never ceases after her daughter's death, her heart will always be filled with sorrow. അപ്പോൾ ഈ മഴ ഒരിക്കലും അവസാനിക്കില്ല എന്ന് പറയുന്നത് പോലെ തന്നെയാണ് അവരുടെ ഹൃദയത്തിനകത്ത് എപ്പോഴും ഈ ദുഃഖമുണ്ടായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അത്തരത്തിൽ ഈ മഴ യൂസ് ചെയ്തുകൊണ്ട് ഈ അമ്മയുടെ ഒരു ഹാർട്ട് ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി പോയതിന് കഴിയുന്നുണ്ട്. The poet uses rain as an emotional extension of the mother's heart. അത്തരത്തിൽ നമ്മൾ ഈ പോയത്തിൽ കാണുന്നത് ഈ അമ്മയുടെ ഒരു ഇമോഷണൽ ഹാർട്ടിൻ്റെ സിമ്പിളായിട്ടാണ് റെയിൻ യൂസ് ചെയ്തിരിക്കുന്നത് എന്നാണ്. Through the metaphor of the ceaseless rain, the poet transforms a natural phenomenon to a poignant symbol of unending grief. അത്തരത്തിൽ ഈ അവസാനിക്കാത്ത മഴ എന്ന ഈ ഒരു സിമ്പലിലൂടെ ഈ അമ്മയുടെ ഒരു ഹൃദയത്തിനെയും അവരുടെ ഹൃദയത്തിലുള്ള ദുഃഖത്തെയും ഈ പോയത്തിനകത്ത് എക്സ്പ്രസ് ചെയ്തിരിക്കുന്നു. ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ഈ ചാനൽ നിങ്ങളൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്